തുടങ്ങി അടി ഉണ്ടാക്കാൻ അപ്പോ ആകെ സഹിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്നറിയോ, ചില സമയത്ത് ഇവരുടെ അടിയാണ്. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? മീശേ കിച്ചന് മീശല്ല. ആർക്കും ഇനി ഓണത്തിനല്ലാതെ ഡ്രസ്സ് എടുക്കില്ല. അതിന് വേണ്ടിയിട്ട് ആരും സൂക്കൾ എടുക്കണ്ട. ഓണത്തിന് സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം എടുത്തു, ഇനി ഓണത്തിന് ഡ്രസ്സ് എടുക്കുക. ഇനി സ്കൂൾ തുറന്നില്ല, ഇനി എവിടേക്ക് നമ്മൾ പോണത്? എല്ലാ തുണികളും ഇട്ടാൽ മതി. ഇവരേ എന്താ അമ്പലപ്പുഴ വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ എന്നാണ് എന്നുള്ളത്, ആലപ്പുഴയിലല്ലേ? അമ്പലപ്പുഴ വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ഇല്ലേ? പോണ്ടേമോ? അപ്പം അതിന് പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറയണേ. അപ്പോൾ ഇവരധികം ഉടുപ്പുകൾ ഇവരധികം എടുക്കില്ല കേട്ടോ. ഒക്കെ ഇടുന്നത് ഈ പാൻറ്റും പിന്നെന്താ ഞാൻ വെറുതെ തമാശക്കാരനാണ്. ഞാൻ സാരിയും കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പട്ടുപാവാടല്ലേ, പട്ടുപാവാട അടിക്കാൻ വിചാരിച്ചോട്ടോ. അങ്ങനെ മൂക്കുടിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. എന്താ അവിടെ ഈ ചുരിദാർ ഇടാൻ പറ്റില്ല, പെൺകുട്ടികൾക്ക് പട്ടുപാവാട ഉടുപ്പ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞോട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവരില്ലേ അതിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ തലയിൽ കയറി എത്ര തുണികളാ വെച്ചിട്ടാ ഇപ്പോൾ ഇന്നില്ലേ നല്ല മഴ അല്ലേ? ഇന്ന് രാവിലെ മുതലേ മഴയില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മുട്ടി? ഉറക്കം വന്നിട്ട് വീട്. ഇന്നലെ കിച്ചു രാവിലെ കിച്ചുട്ടൻ പഠിക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് കിച്ചു അപ്പുറത്തെ റൂമിൽ പോയിരിക്കടാ ഉണ്ണി കുറച്ചു നേരം. അല്ലെങ്കിൽ അമ്മ കലപില പറയുമ്പോൾ കുട്ടിക്കും കൂടി അത് ബാധിക്കും. എഴുതാൻ വേണ്ടിയിട്ട് പ്ലസ് 2 അമ്മമാരുടെ അപ്പം വെച്ചിട്ട് ഒന്നും മനസ്സിലാവും. ടീച്ചർമാരൊക്കെ കാണണോ പറയുന്നുണ്ട്, മനസ്സിലാവണ്ടേ? അവര് പറയുന്നുണ്ട്, ഞങ്ങള് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവാത്ത ടീച്ചറോട് ചോദിക്കണം, ടീച്ചറെ ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് മനസ്സിലായില്ല, അടുത്തിട്ട് മനസ്സിലായില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് സൈലന്റ് ക്ലാസ് കാണണം. സൈലല്ലേ പ്ലസ് ടുക്കാർക്കില്ലേ? കൊമേഴ്സിന് എജുപോട്ടുണ്ടോ? ഏതാച്ചാ മനസ്സിലാവാത്തത് വീട്ടിൽ വന്നിട്ട് ഫോണിൽ നോക്കി പഠിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? കണ്ടോ, പഠിക്കാനുള്ള ഒരാളാണ്. ഡബിൾ പാസ് ആയി കഴിഞ്ഞാൽ ലാഭമാണ്. ഇപ്രാവശ്യം മാർക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മാർക്ക് കിട്ടും. പഠിക്കാണ്ട് കിട്ടുന്ന അല്ല, ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞു ഇപ്പോ അതില് ജസ്റ്റ് പാസ് 24 മാർക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും. ഡബിൾ പാസ്സിൽ 10 മാർക്കും കൂടി കൂട്ടിയിട്ട് കിട്ടും. അങ്ങനെ അച്ചോ, നീ അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിക്കാ ഇരുന്ന് ഇത് കഴിഞ്ഞിട്ട് കാര്യമില്ല. 10ൽ നല്ല മാർക്ക് കിട്ടിയാലേ അമ്മ ചേച്ചി പഠിച്ച സ്കൂളിൽ കിട്ടിയ പോലെ നിനക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിനും പോകേണ്ടി വരും. അച്ചു സയൻസ് എടുക്കുന്ന പറഞ്ഞ് അമ്മുക്കുട്ടിക്ക് സയൻസ് കിട്ടിയതാട്ടോ. സയൻസ് കിട്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്നറിയോ, പ്രിൻസിപ്പള് പറഞ്ഞു ഇവിടെ ഇല്ല കിട്ടിയത്, പള്ളിക്കുറുപ്പാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കുറേ ദൂരമല്ലേ, വേണ്ടാന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, സയൻസ് എടുത്തവരൊക്കെ അയ്യോ പഠിച്ചെത്തണില്ലോ പേടിയാവണേ പറയുന്നുണ്ട്. ലമ്മു നല്ല ബുദ്ധിമുട്ടാത്രേ. അച്ചു സയൻസ് എടുക്കുന്നൊക്കെ പറയണ്ട. ആ സമയമാകുമ്പോ സയൻസ് എടുക്കണം. എന്തേ 10 എത്തട്ടെ ആദ്യം. എന്താന്നറിയില്ല കേട്ടോ. കുറച്ചു നേരം കടന്ന് മുതലേ ഭയങ്കര നെഞ്ചിൻ്റെ വേദന. ഗ്യാസാണോന്ന് അറിയില്ല, ഗ്യാസ് കുത്തിക്കുകയാണോ. ഇങ്ങനെ ഗ്യാസ് കുത്തുമ്പോൾ ജീരകവും ഒക്കെ കഴിച്ചാൽ കുറച്ച് ശരിയാവും കേട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ചത് ഓഫാക്കിയോ? എന്തോ പോലെ അല്ലേ ഇത് നേരെ
നോക്കിയൊക്കെ എന്താ നമ്മളേ 3 ചവിട്ടി വാങ്ങിയതാട്ടോ. 3 5 ചവിട്ടി വാങ്ങി. 3 ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ട് വശത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് 2 ഒന്ന് വാഷ് ബേസിൻ്റെ അവിടെ. മറ്റേത് ആദ്യം ഒരു ചവിട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തിരുമ്പിയിട്ട് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഇല്ല. ഇത് നോക്കിയപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇത് തുണിയും കൊണ്ടാണ്. അത് ഉമ്മർത്തിടാൻ അത് 2 ഒരു നല്ല രസമുണ്ട് കേട്ടാ. ഇത് കൈ കൊണ്ട് ഇതല്ലേ ഇത് കൈ കൊണ്ട് തുണി ഉണ്ടാക്കി അച്ചു കൊണ്ട് തുണി കണ്ടില്ലേ? ഏത് സ്കൂളിലുണ്ടാക്കി സ്കൂളിലുണ്ടാക്കി ഈ സംഭവല്ലേ അമ്മ? ഈ സംഭവല്ലേ ഇതിന്റെ കുഞ്ഞത് അച്ചുണ്ടാക്കിയാണ്ടല്ലേ? കുഞ്ഞത് അതിന്റെ വലുത്. ഇത് നന്നായിട്ടുണ്ട് അല്ലേ? നീല നമ്മുടെ റൂമിലിടാം, ഇത് ഈ റൂമിലിടാം, ഇത് വാഷ് ബേസിൻ അല്ലേ? ഇന്നിപ്പോൾ നോക്കി നോക്ക്. ഇന്നലെ കുഞ്ഞന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു കാര്യം കൊണ്ടാണ് വന്നിട്ടോ. കളിച്ചിട്ട് അവൻ്റെ ഈ തള്ളവിരലിൻ്റെ ഇവിടേക്ക്, കുട്ടികളല്ലേ ആരും കുറ്റം പറയാനും പറ്റില്ലല്ലോ, എന്താ ഒരു കുട്ടി ഇതാക്കിയതാത്രേ, ചവിട്ടിയതാണ്. അങ്ങനെ കയ്യിലിപ്പോൾ ദാ ഇവിടെ പൊട്ടുണ്ട്. പൊട്ട് തള്ളവിരലിൽ ആ കയ്യിൽ 2ാമത്തെ പൊട്ടാണ്. അപ്പോൾ അതാ പറയുന്നത്, ഒരു തരത്തിലും ഒരു സമാധാനം ഇല്ല പറഞ്ഞല്ലോ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എല്ല് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ല് ഡോക്ടറെ പോയി കഴിഞ്ഞ് മാവ് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യുന്നത് പറഞ്ഞിട്ടോ. സ്കൂൾ തുറന്നിട്ട് എത്ര ദിവസമായിട്ടേ ഉള്ളൂ? 1 മാസമായിട്ടേ ഉള്ളൂ അല്ലേ? 1 മാസം ആയില്ല. അതന്നെ, ആരും ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ തമ്മിലുള്ളതിലില്ലേ നമ്മൾ വലിയവരൊരിക്കലും ഇടപെടാൻ പാടില്ല. കുട്ടികൾ ടീച്ചറോട് പറയുക, ശ്രദ്ധിക്കാൻ പറയുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, എത്ര ശ്രദ്ധിക്കാൻ പറ്റും? പേരൻസിന്റെ അടുത്ത് പറയണം. പേരൻസിന്റെ അടുത്ത് പറയണം. പറഞ്ഞിട്ട് ഇപ്പൊ എന്താന്നറിയോ, അല്ല ഇമ്മളുടെ ഇവരുടെ അയക്കുന്നൊന്നും പറയണ്ട. അവന്റെ അയക്കുന്ന അവര് വിളിച്ച് ഇമ്മളുടെ പറയും. അത് ശരിയാ. അപ്പൊ ടീച്ചറും ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാവില്ല, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അത് ശരിയാണ് കേട്ടോ. നമ്മൾ എന്ത് കുട്ടികൾ കാട്ടി വെച്ചാലല്ലേ അത് കുട്ടികൾ തമ്മിൽ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ഇടപെടുകയില്ല. നമ്മുടെ മക്കളൊക്കെ വേറുള്ളവരെന്തെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വിളിച്ചു പറയാൻ പറ്റും, അവരൊക്കെ വിളിച്ചു പറയില്ല കേട്ടാ. ഞാനെന്താ വിചാരിക്കാന്നറിയോ, നമ്മൾ കുട്ടികൾ തമ്മിലല്ലേ, അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടുകയും ചെയ്യും. എത്ര ദിവസം കിട്ടി നിന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ വല്യമ്മ എൻ്റെ കൈ വേദനിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ ബാമ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുത്തു. ഓവോ പറഞ്ഞാൽ തൊള്ളിട്ട്. എന്നിട്ട് തേങ്ങ എടുത്തിട്ട്, തേങ്ങ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ തേങ്ങ അങ്ങനെ എടുത്തിട്ട് എടുക്കാൻ പറ്റില്ല വല്യമ്മ, എൻ്റെ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് പറഞ്ഞു. ശരിയാണ്, തള്ളവിരലല്ലേ. അപ്പോൾ പിന്നെ ആശുപത്രി പോയി നോക്കിയതാണ്. ഇപ്പോൾ 2 പ്രാവശ്യമായി പോണു. അല്ല പറയുക, നമ്മൾ എങ്ങനെ പോയാലും എന്ത് പോയാലും കഷ്ടകാലം എങ്ങനെയെങ്കിലും കേട്ട് വരും അല്ലേട്ടാ. ഒന്നല്ലെങ്കിൽ കിച്ചൂനാണ്, ഇടയ്ക്കിടയ്ക്ക് കിച്ചൂട്ടനാണ്. അവിടെ കൊണ്ടേക്ക് കിച്ചൂട്ടനെ നമ്മൾ എന്താ ചെയ്യണത് അതറിയണം. ഇങ്ങനെയൊക്കെ ഓരോ നമുക്കില്ലേ ചില സമയത്ത് സത്യം നമ്മളൊക്കെ എന്താ പണിയെടുത്തിട്ട് നാളെ എന്തെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്തെങ്കിലും വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചലുകൾ വരിക. ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ എത്ര പൈസ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇല്ലേ അത് തികയില്ല. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പം എന്താ കേട്ടോ, നമ്മളെന്തെങ്കിലും ഉള്ള പൊട്ടും പൊടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി പണയം വയ്ക്കും. പിന്നെ അതൊന്ന് കൂട്ടിയെടുക്കലല്ലാതെ അതൊന്നുമില്ലേ, എങ്ങനെയല്ലമ്മോ ഇങ്ങോട്ട് വാങ്ങൽ ഇങ്ങോട്ട് നടക്കില്ല കേട്ടോ. കൂട്ടിയെടുക്കൽ തന്നെ. ഇന്നത്തെ നമ്മുടെ നല്ലൊരു സമ്മാനം കണ്ടോ? കാണിച്ചു കൊടുക്ക് കുഞ്ഞു, സമ്മാനം കാണിച്ചു കൊടുക്ക്. എന്നാണ് നമ്മുടെ ഇന്നത്തെ എങ്ങനെ പറയാ, സമ്മാനാണ് ഇട്ടത്. കുഞ്ഞൻ
സ്കൂളിൽ നിന്ന് കളിച്ചതാണ്. അപ്പോൾ അവനൊരു കുട്ടി ഒറ്റ ചവിട്ടന് കൊടുത്താത്രേ. ആ ചവിട്ടിയതിന് അടിപൊളിയായില്ലേ കുഞ്ഞാ? അത് ഓട്ടം എൻ്റെ കുഞ്ഞുല്ലേ എങ്ങനെയെന്നറിയോ, എണ്ണയിൽ കടുകിട്ട പോലെയാണ്. എണ്ണയിൽ കടുകിട്ട പൊട്ടിത്തെറിയില്ലേ പെട്ടെന്ന് പടപടപടേ പറഞ്ഞിട്ട്, അതേപോലെയാണ് അമ്മൂട്ടി കിച്ചു കുഞ്ഞനും. നമ്മുടെ വീട്ടിലില്ലേ ഭയങ്കര വികൃതി ഉള്ളത് ആർക്കാ കുഞ്ഞന്. ഏറ്റവും കൂടുതൽ എന്താ കിച്ചു കുറച്ചൊക്കെ ഒരു ഒതുക്കുണ്ട്. പക്ഷെ ഒതുക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അത് തല്ലി ഒതുക്കുന്നതാണ്. നല്ല അടി കൊടുക്കും ഉള്ള കാര്യം പറയാലോ. നല്ല അവൻ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പ കിട്ടുകട്ടി. കുഞ്ഞന് മറന്നിട്ടുണ്ടാവും. കുഞ്ഞന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, തല്ലാൻ എനിക്ക് തോന്നില്ല കേട്ടോ, എനിക്ക് സങ്കടം വരുള്ളൂ. അപ്പോൾ വല്ലാണ്ട് തല്ലില്ല, ഞാൻ ചീത്ത പറയുള്ളൂ. പക്ഷെ എന്താ രണ്ടുപേരും സ്കൂൾ തുറന്നപ്പോൾ എത്ര ദിവസമായിട്ടേ ഉള്ളൂ, അപ്പയ്ക്കും കിട്ടിയത് കണ്ടോ. ഇന്നലെ വൈകുന്നേരത്ത് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ കൈ ഇവിടെ വേദനിക്കുകയാണ് പറഞ്ഞു. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് വല്യമ്മ എനിക്ക് ബാമ് തേച്ച് കെട്ട് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എനിക്ക് വേദനിച്ചിട്ട് വയ്യാന്ന്. എന്നിട്ട് ഞാൻ ബാമ് തേച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ വെറുതെ അങ്ങനെ തൊട്ടപ്പോഴേക്കും ആവൂ പറഞ്ഞു. അപ്പം എന്നാൽ ആശുപത്രി പോകാറുണ്ട്. പേടിച്ചിട്ടേ ആശുപത്രി കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുളിക്ക്, എന്നിട്ട് ആശുപത്രി പോകാറുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ കിച്ചുട്ടേട്ടോ. ചെറുതാവുമ്പോൾ ഞങ്ങൾക്ക് ആശുപത്രി തന്നെയായിരുന്നു ചരണം. ഇവൻ ഓരോന്നുണ്ടാക്കും, ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. അതാ എന്താ നമ്മളെ പോലെയുള്ള സാധാരണക്കാരില്ലേ, നമുക്ക് 100 പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ആശീർവാദ്, ഇസാഫ്, മുത്തൂറ്റി പറഞ്ഞിട്ട് അങ്ങനെയുള്ള അടവുകളും കാര്യങ്ങളും ഒക്കെ പുറമേ. അതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കും ചൊവ്വാഴ്ച ഈ അടവ്, വ്യാഴാഴ്ച ഈ അടവ്, വെള്ളിയാഴ്ച ഈ അടവ്, ഈ അടവൊക്കെ ഇങ്ങനെ അടച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ സകല പിടുത്തം വിടും. നമ്മൾ വിചാരിച്ച പൈസയിൽ ഒതുങ്ങില്ല. നമ്മളിന്ന് രാവിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടെ പോയപ്പോൾ എക്സ്റേ എടുത്ത് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് കല്ലടിക്കോട് വന്ന് കണ്ടിട്ടാ. അപ്പം ഞാൻ വിചാരിക്കണേ ഇങ്ങനെ നിന്നാലും ഈ കുണ്ടെന്ന് ഇങ്ങോട്ട് കയറണ്ടേ അല്ലേ. കൊച്ചു പൂമ്പാറ്റൻ ധവന ഓട്സ് വേണോ? ഇന്നേ ഓട്സും കൊണ്ടില്ലേ പുട്ടാട്ടം ഉണ്ടാക്കണത് എങ്ങനെ ഉണ്ടാവും? തേങ്ങ ഉണ്ടോ? മഴയത്ത് തേങ്ങ പൊളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മടിയുള്ള കാര്യമാണേ അല്ലേ. സുകന്യേ എന്താ ചെയ്യണേ? നമ്മുടെ ഓട്സ് ഇല്ലേ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സും കൊണ്ടില്ലേ വിശക്കുണ്ടെങ്കിൽ അതാ അവിടെ പോയി ചോറ് എടുത്തിട്ട് വന്ന് കഴിച്ചോളി. നല്ല അത്യാവശ്യം എന്താണ്ട് അങ്ങനെ എന്താ ഉച്ചു ഇത് കുറച്ചില്ലേ ചിലപ്പോഴേ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടല്ലേ. ഇത് വല്ലാണ്ട് പൊടിച്ചെടുക്കും വേണ്ടേ. ഏട്ടന് മാത്രമുള്ള പോരെ ഉപ്പ്. ഓട്സും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആർക്കെങ്കിലും അറിയത്? ഇത് കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കേട്ടോ ഓട്സിൽ. ഏട്ടനറിയാട്ടാ ഉണ്ടാക്കാൻ പറ്റും ഓട്സും കൊണ്ട്. ഈ ഓട്സ് തടി കുറയ്ക്കാനും മാത്രമല്ല കേട്ടോ, ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതല്ലേ. ഇവിടെ അമ്മയ്ക്ക് ഷുഗറൊക്കെ കൂടിയ സമയത്ത് നമ്മൾ ചെയ്തു
എന്താണ്ടോ കയ്യിലിങ്ങനെ കുഴഞ്ഞ് വെള്ളം കൂടി പറയില്ലേ. ഇത് ശരിയാക്കട്ടോ, നമ്മൾ തേങ്ങ ചിരവണ്ടേ, ഒറ്റയ്ക്കൊക്കെ ഇത് ശരിയാവില്ല ഏട്ടാ. എനിക്ക് ആദ്യം ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ ഓട്സ്. അയ്യോ അതിൽ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്കതില്ലേ കഴിക്കുമ്പോൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് വരും, മനം പുരട്ടിയിട്ട്. കുട്ടികൾക്ക് ഇത് വറുത്തിട്ട് കൊടുത്താലില്ലേ നല്ല ഇഷ്ടാട്ടോ. വറക്കുക അതടച്ച് ഓ മിക്സിയിൽ അങ്ങോട്ട് അടിച്ചാൽ മതി, ചെറിയ കഷ്ണാക്കിയിട്ട്. തേങ്ങ ചിരവി വരുമ്പോഴേക്കില്ലേ ഇതാണ്ടോ, മറ്റേത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നില്ലേ, കുറച്ച് നേരം വെക്കിയാച്ചാൽ കുറച്ചും കൂടി ഇതില്ലേ അമ്മ പറഞ്ഞതാണ് കേട്ടോ. എനിക്കിത് അത്ര വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലേട്ടാ. അപ്പോൾ ഞാൻ ഇതാ അതെന്താ വെള്ളം കുറച്ചധികമായി കഴിഞ്ഞാൽ എങ്ങനെ ഇടാൻ വന്നു ഒന്ന് വെറുതെ പുട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ഗോതമ്പ് പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ. പിന്നെയും പൊടിയില്ലേ, ആ പുട്ടുപൊടി പോലെ ഇല്ലേ. വേണ്ടോ അപ്പം നമ്മൾ കണ്ട എന്ത് ഗ്യാസ് കിട്ടിയിട്ടോ നമുക്ക്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതാകുമ്പോ ഒരു സാധനം കൃഷ്ണ തുളസി കൊണ്ട് സാധനം എന്താ പറഞ്ഞ കുഞ്ഞു ടീച്ചറ്. നമ്മ ചില്ലും കുപ്പിയിൽ കിട്ടുന്നത് കൃഷ്ണ തുളസി കൊണ്ട് സാധനം, അങ്ങനെ സാധനം സിറപ്പ് പനിക്ക്. നമ്മൾ എത്ര എടുത്തോളൂ അല്ലേ, കുറച്ചല്ലേ എടുത്തോളൂ. കുഞ്ഞുന് നാളല്ലേ ആ കടല വെള്ളത്തിലെടുത്തേ, നാളെ പുട്ടും കടലയും ഉണ്ടാക്കാൻ പോവാൻ പറഞ്ഞോ ടീച്ചറ്. നാളെ രാവിലെ നല്ലൊരു കയ്യിൽ പറ്റുമോ വേണ്ടോ, നല്ല കയ്യിൽ കേട്ടോ ഇതാണ്ടോ. എന്താ ഇനി കയ്യിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ എത്ര വേണം, എന്നിട്ട് അച്ഛന് അതിനൊരു വില ഉണ്ടോ, അതട്ടില്ല. അച്ചുമണി ചായ വേണ്ടേ ആർക്കൊന്ന്. ഇനിയിപ്പോ സാധിക്കും. ഇവിടെ അയ്യോ ഇതാ ഇവിടെ അടുത്ത വീട്ടിലേ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പൂന് ആ സൗണ്ട് കേൾക്കുമ്പോൾ പപ്പൂന് ഇടങ്ങാറ് വരിക അല്ലേട്ടാ. അയ്യ അച്ചുതാ കളഞ്ഞു നോക്ക്. ഞാൻ തേങ്ങയും കളയും. സൂക്ഷ്മത വേണം. ഏത് അത് അച്ചൂനൊന്നല്ല, അച്ചൂന് ചോറുണ്ട്. അമ്മയ്ക്കുള്ള ഞാനേ 2 പാത്രം കഴുകാൻ പറഞ്ഞോട്ടെ അവളോട്. അച്ചുല്ലേ സ്കൂൾ അങ്ങോട്ട് തുറന്നില്ലേ, അപ്പം അവൾക്ക് കള്ളത്തരം പഠിച്ചു.
മറ്റ് ഇനി നാളെ ഒരാൾ എന്താ ഉള്ളടിച്ച് തുടക്കി ഒരാൾ മിറ്റടിക്കലാണ് കേട്ടോ പണി. എനിക്ക് ഉറങ്ങണമെന്നോ? ഓ അവള് കേട്ടോ ഉറക്കൊഴിച്ചിട്ട് ഇവിടെ പണിയെടുത്തിട്ടേ ഉറങ്ങാൻ പറ്റില്ല. അമ്മ വിചാരിച്ചു രാത്രി അമ്മ വിളിക്കുക രാത്രി. എനിക്കറിയില്ല തിരിച്ചു വേണമെങ്കിൽ തെറ്റിപ്പോക്ക് എൻ്റെ എന്തിനു തെറ്റിപ്പോക്ക്? വേൻ്റെ കാറ്റില്ലാണ്ട് ബാറ്റോ അതിൻ്റെ കൊടുക്കാനുണ്ട്. ബാറ്റ് നേരത്തെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണ്ടോ ഇതാണ്ടോ നോക്കിയിട്ട് എന്ത് മഴ കണ്ട. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താ ഏട്ടാ ഇങ്ങനെ കാണുമ്പോഴേ ഇത് വിചാരിക്കും ഭയങ്കര വില, പക്ഷെ നല്ല സോഫ്റ്റാട്ടോ സംഭവം അല്ലേ, നല്ല സോഫ്റ്റാണ്. പുട്ട് കഴിക്കുമ്പോഴേ തേങ്ങയുള്ള ഭാഗത്ത് നിന്ന് കഴിക്കണം. ഏട്ടനോ? ഇതൊക്കെ ഒന്ന് ഉടച്ച് ഏട്ടാ കഴിച്ചോ? അച്ഛൻ്റെ ഗോതമ്പ് പുട്ടിൻ്റെ ഒരു ടേസ്റ്റ്. ഞാനിത് ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കണത്. അമ്മ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. സൂപ്പറാലേട്ടാ. അവർക്കാണ് ഓട്സ് വേണ്ടാന്ന് ഏട്ടാ കഴിച്ചതാ. അപ്പോൾ നിങ്ങൾ ദാവി വന്നു കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. ചിലവരൊക്കെ അറിയുന്നതായിരിക്കും, ഞങ്ങൾക്കായിരിക്കും. അപ്പോൾ നമ്മളാണ് ഓട്സ് ഉണ്ടാക്കാത്തവർ. അപ്പം ഇനി വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓട്സിൻ്റെ വെള്ളപ്പം, ഓട്സിൻ്റെ ദോശ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുട്ടിൻ്റെ തൊലി എന്തൊക്കെ ഈ അച്ചു പറയണം. അപ്പോൾ നല്ല പുറത്ത് നല്ല മഴയാണ്. നമ്മൾ വേഗം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ലേ നമ്മുടെ ടി വി കണ്ടിരിക്കട്ടെ. അമ്മ ടി വി കണ്ട, അമ്മ ഫോണ്. അപ്പോൾ നാളെ കാണാം.